പിന്നെ ജോയ് ആയിട്ട് സൗഹൃദമുണ്ട്, നേരത്തെ സൗഹൃദമുണ്ട്. ഞങ്ങൾ ഒന്നിച്ചെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വളരെ സീനിയറായിട്ട് ആർട്സ് കോളേജിൽ പഠിച്ചതാണ്, കോഴിക്കോട് ആർട്സ് കോളേജിൽ. അപ്പം പിന്നെ ജോയ് അല്ലാതെ തന്നെ വളരെയധികം അറിയപ്പെടുന്ന ആളാണ് ഞാൻ ചെറുതാകുമ്പം. കാരണം നാടകകൃത്ത് എന്നുള്ള എനിക്ക് അറിയപ്പെടുന്ന ആളാണ്. ജോൺ അബ്രഹാമിൻ്റെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ആളാണ്. കോളേജിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്, ഒരു താരമായിരുന്നു ആർട്സ് കോളേജിൽ അന്നത്തെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ജോയ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജോയ് കുറേ കാലമായിട്ട് പിന്നെ ഈ സിനിമയോ അല്ലെങ്കിൽ നാടകമോ ആയിട്ടൊന്നും സജീവമായിട്ടുള്ള ബന്ധമില്ലാതിരുന്ന ഒരു കാലത്താണ് ഒരിക്കൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷനിൽ ജോയ് എനിക്കിത് അയച്ചു തരുന്നത്. ജോയ് പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം വായിച്ചു നോക്കി. എനിക്കത് ഫസ്റ്റത്തെ 1 ലൈനാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ജോയ് ഇംഗ്ലീഷിലായിരുന്നു അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വായിച്ചു നോക്കിയാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, നമുക്കൊരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റായിരുന്നു. പക്ഷെ അന്നൊന്നും തന്നെ എന്താ പറയുക, ഞാനതിൽ അഭിനയിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കാരണം അത് ഒരു ഉദ്ദേശമേ ആയിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ വേറെ രീതിയിലൊരു ഇൻ്റലക്ച്വൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള 2 പേരാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ വർക്കുകളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. ആ രീതിയിൽ വായിച്ചതാണ്. അല്ലാതെ ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ ജോയ് പറഞ്ഞു പിന്നെ സജിതയാണിത് ചെയ്യുന്നത് എന്ന്. അതിന് എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ടുള്ള ദീദി ദാമോദരൻ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ദീദിയായിട്ട് ജോയ് ഇത് സംസാരിച്ച സമയത്ത് ദീദി പറഞ്ഞു പിന്നെ ഇത് സജിതയ്ക്ക് ചെയ്യാൻ പറ്റും എന്ന് ജോയുടെ അടുത്ത് പറയുന്നത് ദീദിയാണ്. അപ്പം പിന്നെ ജോയ് ഉറപ്പിച്ചു അത് ഞാൻ ചെയ്യുന്നു. പക്ഷെ പിന്നീട് ഇത് പ്രോജക്റ്റ് കുറേ കൂടി വലുതായി. തുടക്കത്തിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നില്ല ജോയോ ഞാനോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ജോയ് പിന്നെ അത് വലിയൊരു ഇതായതിന് ശേഷം വീണ്ടും ജോയ് എൻ്റെ അടുത്ത് ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അതിൽ കോൺഫിഡൻസ് കുറവല്ല ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക്. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ജോയിയുടെ ഒരു വലിയൊരു പ്രോജക്റ്റ് നശിപ്പിക്കരുതെന്ന് എനിക്ക് ഇതുണ്ടായിരുന്നു. കാരണം ഒരു നല്ല ആക്ട്രസ്സും കൂടി ആണെങ്കിൽ, ഒരു പോപ്പുലർ ആക്ട്രസ്സും കൂടി ആണെങ്കിൽ കുറച്ചും കൂടി അതിനൊരു വലിയൊരു റേഞ്ചിലേക്ക് അതിന് പോകാൻ പറ്റും. പിന്നെ ജോയോടുള്ള കൺസേൺ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ജോയുടെ ആദ്യത്തെ പ്രോജക്റ്റ് വിജയിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ജോയ് വേണ്ട, ഞാൻ അതിനുവേണ്ടി ജോയെ കാണാൻ വേണ്ടി കോഴിക്കോട് പോകാൻ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ പോയിട്ട് പറഞ്ഞു അങ്ങനെ വേണ്ട, വേറെ ആളെയും വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജോയ് പിന്നെയും ജോയ്ക്ക് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ തന്നെ നിൽക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. അങ്ങനെ ജോയ് എന്നെ തന്നെ നിർത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ച് സിനിമകളിൽ ഞാൻ ഒരു 7-8 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ അഭിനയിക്കുന്ന വെച്ചാൽ ഒരു പ്രോജക്റ്റിൻ്റെ മൊത്തത്തിൽ ഭാഗമാവുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. പക്ഷെ പലപ്പോഴും നടികൾ അല്ലെങ്കിൽ നടന്മാർ അങ്ങനെയല്ല. മലയാള സിനിമയിൽ നടന്മാർക്ക് പിന്നെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. അവരുടെ കൂട്ടുകാരായുള്ള സംവിധായകരോടൊപ്പം ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമായി, ഡിസ്കഷൻ്റെ ഭാഗമായി ഒക്കെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നടന്മാർക്ക് പഴയ നടന്മാർക്ക് നല്ലോണം ഉണ്ട്. അവർ പലപ്പോഴും അതൊക്കെ ഷെയർ ചെയ്യാറുണ്ട് നമ്മളടുത്ത്. പക്ഷെ നടികൾക്ക് പലപ്പോഴും അത്തരം റോളുകൾ കിട്ടാറില്ല. നടികൾ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ചെയ്യുന്നു, അവർ വന്ന് അഭിനയിക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ ജോയുടെ പിന്നെ ഈ ഷട്ടറിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. വഴക്കടിക്കുന്നുണ്ട്, ജോയുമായിട്ട് നിരന്തരമായി വഴക്കടിക്കുന്നുണ്ട് ഞാൻ ഈ കാലത്ത്. പക്ഷേ അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സും കൂടിയായിരുന്നു. നമ്മൾ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, ആ കമൻറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ജോയ് ആണെങ്കിൽ എല്ലാ കഥയും നമ്മളെടുത്ത് പറയും, മൊത്തം സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ അങ്ങനെ ചോദിക്കും. ജോയ്ക്ക് തൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാവും. പക്ഷേ എന്നാലും ജോയ് ചോദിക്കും വേറെ ആളുടെ അടുത്ത്. ജോയ് ആ കൺഫ്യൂഷൻസ് എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മളുടെ ഒരു റിയാക്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് അത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കും. ലോജിക്കുകൾ ഇപ്പോൾ ഷട്ടറിൽ ഭയങ്കര ലോജിക്ക് വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ ലോജിക്കാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ലോജിക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മളോടൊക്കെ ചോദിച്ചിങ്ങനെ കഥ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കും ജോയ്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഷട്ടറിന് ശേഷം ഞാൻ ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഷട്ടറിന് ആ ഒരു മൊത്തത്തിൽ ഞാനും ആ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ഞാനൊരു നടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് തരുന്നു, ആ ഡേറ്റിൽ പോയി അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു എന്ന രീതിയിലല്ല ഞാൻ ഷട്ടറിൽ അഭിനയിച്ചത്. എനിക്ക് പണ്ടേ പിന്നെ എനിക്കറിയാം ഞാൻ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ നന്നായി ഡാൻസൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാനൊരു ഡാൻസർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു.
അപ്പം ഞാൻ പിന്നെ ഒരു ഘട്ടത്തിൽ ഭയങ്കര ആക്ടിവിസ്റ്റ് ആവാൻ തീരുമാനിച്ചു. ഞാൻ ഡാൻസ് മുഴുവൻ ഉപേക്ഷിച്ചു. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് വെറും ഒരു ഡാൻസറോ അല്ലെങ്കിൽ വെറും അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിരന്തരം സമ്പർക്കം നടത്തിക്കൊണ്ട് മാത്രമേ എനിക്കൊരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ഘട്ടത്തിലാണ്. അങ്ങനെയാണ് നാടകം പഠിക്കാൻ പോണേ. സിനിമ എൻ്റെ ഒരു കൺസേണേ ആയിരുന്നില്ല. അതൊന്നും എനിക്ക് റീച്ചബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഞാൻ കരുതിയിട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടമായിരുന്നു നാടകം. കാരണം അന്ന് എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം ആ ഇഷ്യൂസൊക്കെ പറയാൻ വേണ്ടിയിട്ട് പരിഷത്തിൻ്റെ കലാജാഥകൾ പോലെയുള്ള നാടകങ്ങളല്ല വേണ്ടത്, വേറെ എന്തോ വേണം എന്നൊരു തോന്നലുണ്ടായപ്പോഴാണ് ഞാൻ നാടകം പഠിക്കാൻ പോകുന്നത്. അപ്പം അതെന്നെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി നാടകം തന്നെയായിരുന്നു. മറ്റേ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് അങ്ങനെ ഒരു പോസിബിലിറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എതിർപ്പല്ല, സങ്കടം ഉണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ. കാരണം എവിടേക്കാണ് പോണേ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇതാണോ ചെയ്യേണ്ടത്. എനിക്ക് അന്ന് ഒരു 10-18 വയസ്സാകുമ്പോൾ എനിക്ക് സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ക്ലർക്കിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊക്കെ വലിയ വിഷമമുണ്ടായിരുന്നു. ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ലീവ് എടുത്ത് ഞാൻ നാടകം പഠിക്കാൻ വേണ്ടി പോണു, ഇത് ശരിയായ വഴിയാണോ, നമ്മളെ വീട്ടിലൊന്നും പരിചയമില്ലാത്തൊരു വഴിയാണ്, ആ വഴി തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ അമ്മയ്ക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. അവരെ എതിർത്തു എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സങ്കടം ഉണ്ടായിരുന്നു, ഭയങ്കര സങ്കടത്തിൽ നിന്നുള്ള എതിർപ്പുണ്ടായിരുന്നു.